താങ്കൾ എന്തായിരുന്നു കല്യാണം കഴിച്ചപ്പം ഈ വരാൻ പോകുന്ന പയ്യൻസ്, അതായത് ഭർത്താവ്, ഈ വരനെ കുറിച്ച് പ്രതീക്ഷിച്ചിരുന്നത്? സ്നേഹം വേണം, സമാധാനം തരണം, സംരക്ഷണം തരണം, സന്തോഷം തരണം. ഇതൊന്നും കിട്ടിയില്ലേ അവസാനം? ഇല്ല, ഒന്നും കിട്ടിയില്ല. ഇല്ല. അപ്പൊ കാരണം നിങ്ങൾ ഈ കല്യാണത്തിന് മുമ്പ് ഈ പെണ്ണ് കാണാൻ വരുന്നു എന്നുള്ളൊരു ചടങ്ങുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും. അപ്പൊ ആ ചടങ്ങിനിടയിൽ വെച്ച് അയാളോട് സംസാരിച്ചായിരുന്നു? ആളും ആളുടെ സുഹൃത്തുക്കളുമാണ് വന്നത്. ആള് ഒരു മുറിയിലേക്ക് മാറിയിട്ട് എന്നോട് സംസാരിച്ചു. അപ്പൊ ഞാൻ പഠിച്ച കോഴ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് ആള് ചോദിച്ചില്ല. ഇതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടാണ് പുള്ളി പോയത്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി എന്നും പറഞ്ഞു. ഇത് തന്നെ കല്യാണം നടത്തണം. ആളുടെ ഫസ്റ്റ് പെണ്ണ് കാണലായിരുന്നു, എന്റെ മൂന്നാമത്തെ കണ്ടായിരുന്നു അല്ലേ? അതെ, പൊതുവെ ഇപ്പൊ സജിനയോട് ഇങ്ങനെയാണ് അയാളുടെ പെരുമാറ്റമെങ്കിലും സജിന്റെ വീട്ടിലുള്ള ഉപ്പയോടും ഉമ്മയോടും ഒക്കെ എങ്ങനെയായിരുന്നു അയാളുടെ പെരുമാറ്റം? അവരുടെ മുന്നിൽ വെച്ചിട്ട് നല്ല പെരുമാറ്റമാണ്. പക്ഷെ അവരില്ലാത്ത സമയത്ത് അവരെ കുറിച്ച് എന്നോട് മോശമായിട്ട് സംസാരിക്കും. പറഞ്ഞിട്ടുണ്ട്? അവരെന്താ സാധാരണഗതി പറയും? ഈ ഭക്ഷണം കഴിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ? അതല്ലാതെ അവരെ കുറിച്ച് കുറ്റം പറയാം. അവര് പെരുമാറിയത് ശരിയായില്ല, അവരങ്ങനെ ചെയ്തത് ശരിയായില്ല, അവരിങ്ങനെ ചെയ്തത് ശരിയായില്ല. അവരോട് പറയില്ല? ഇല്ല, അവരോട് ഭയങ്കര ഡീസന്റ്. ഓക്കെ. മാത്രമല്ല ഈ ഇദ്ദേഹം സജനയുടെ ഉപ്പയോടും ഉമ്മയോടും കാണിക്കുന്ന സ്നേഹമൊക്കെ ആത്മാർത്ഥമാണോ എന്ന് സംശയം തോന്നിയത് എപ്പോഴാ? എനിക്ക് ആദ്യമേ തൊട്ട് തോന്നിയിരുന്നു. കാരണം എന്റെ വീട്ടുകാർ വന്ന് കഴിച്ചു പോയ ഭക്ഷണത്തിന്റെ കണക്ക് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ എന്തോ ഒരു അപകടം പറ്റിയിരുന്നു. അതൊരു സ്കൂട്ടർ ആക്സിഡന്റ് മാത്രമായിരുന്നു. എന്റെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി. അപ്പോഴും അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചത്, വാപ്പ മരിക്കാനായാലെന്നാണ്. ശരിക്കും അങ്ങനെ ആ ഒരു രീതിയിൽ വേറൊരു ഭാഷയാണ് ഉപയോഗിച്ചത്. അതും കുറച്ചും കൂടെ ലോ ക്വാളിറ്റി ഭാഷയാണ് പുള്ളി ഉപയോഗിച്ചത്. വിഷമം തോന്നണം, മരിച്ചില്ലേന്നാണ് ചോദിച്ചത്. പക്ഷെ ഭാഷ, ലാംഗ്വേജ് വേറെ ഒന്നായിരുന്നു. തട്ടിപ്പോയെന്നോ അങ്ങനെ പറയാ, ചാവാനായില്ലെന്ന് ചോദിച്ചല്ലേ? ഓ, അത്രയും. അപ്പോ കല്യാണം സജിന അപ്പൊ റിയാക്ട് ചെയ്തില്ലേ? എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവായിരുന്നു. പറഞ്ഞ പോലെ ഇൻട്രോവേർട്ട് ആയതുകൊണ്ടോ അല്ലെങ്കിൽ എല്ലാം ഉമ്മ ഉപ്പ നോക്കിക്കോളും എന്ന ചിന്തയിലൊക്കെ ജീവിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, റിയാക്ട് ചെയ്യാനുള്ള കഴിവ് വളരെ കുറവായിരുന്നു. അത് ഒരു സംഭവം കൂടി ഞാനത് പറയാം. ചെറുപ്പത്തിലെ ഞാൻ LKG പഠിക്കുന്ന സമയത്ത് എന്നെ ഒരു കുട്ടി പിടിച്ച് കടിച്ചു, ഷോൾഡറിൽ കടിച്ചു. ഷോൾഡറിൽ കടിച്ച സമയത്ത് എനിക്ക് ബോയ്, ഒരു ആൺകുട്ടിയാണ്. അപ്പൊ കടിച്ചു പൊട്ടി ചോര വന്നു. അപ്പൊ ഉമ്മ കുളിപ്പിക്കാനായിട്ട് ഷർട്ട് മാറ്റുമ്പോഴാണ് ഈ ഒരു ചോരപ്പാട് കാണുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, എന്താ ഇങ്ങനെ, ഇതെന്താ പാട്? അപ്പൊ ഞാനൊരു വാക്യം പറയുന്നുള്ളൂ, കടിച്ചു, ഒരു കുട്ടി കടിച്ചു, ഇത്ര എനിക്ക് പറയാൻ അറിയുള്ളൂ. എന്നാ കരയാനോ അല്ലെങ്കിൽ അതൊന്നും എന്തോ ഒരു ചിലപ്പോ എവിടെയോ ഒരു തകരാറ് എനിക്ക് ഉണ്ടായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെ, ഡോക്ടർ തന്നെ പറയും ടോളറൻസ് പവർ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. എനിക്ക് കൂടുതലാണെന്നാ പറയുന്നത്. ഇപ്പൊ ഡെലിവറി ടൈം ഡോക്ടറെ കണ്ടിരുന്നു? ഇല്ല, ഇതിനായിട്ട് നിങ്ങൾ തന്നെ മാറണമെന്ന ഡോക്ടർ പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ മാറ്റം വരുത്തണം എന്നാ പറഞ്ഞേക്കുന്നത്. പ്രത്യേകിച്ച് ഉമ്മ പിറ്റേ ദിവസം ഈ ആയയുടെ അടുത്ത്, വാനിലെ ആയയുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ കടിച്ചേക്കുന്നത്, എന്താണെന്ന് പറയാഞ്ഞെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ആയ ഇങ്ങനെ കണ്ടാ പറയുമല്ലോ കടിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആയ പറഞ്ഞത്, ആ കുട്ടി കരഞ്ഞില്ല എന്നാ പറഞ്ഞത്. ഞാൻ കരഞ്ഞില്ല അല്ലെങ്കിൽ ഒച്ച വെച്ചില്ല എന്നാ പറഞ്ഞത്. ഈ കുട്ടീനോട് പോയി ചോദിച്ചു. കുട്ടീനോട് ചോദിച്ചപ്പോൾ കുട്ടി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, കണ്ടപ്പോ കടിക്കാൻ തോന്നി എന്ന് പറഞ്ഞു. കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കടിച്ച കുട്ടിയുടെ കല്യാണാലോചന എനിക്ക് വിവാഹപ്രായപ്പോ വന്നു എന്നുള്ളതാണ് സത്യം. അതെ, അറിഞ്ഞിട്ടൊന്നും വന്നതല്ല. അല്ലല്ല, അറിഞ്ഞിട്ടൊന്നും വന്നതല്ല. അതെങ്ങനെയോ അവര് ബന്ധം പറഞ്ഞു. പിന്നെ സെറ്റിൽമെന്റ്, ഞാൻ പഠിച്ചത് സെറ്റിൽമെന്റിലായിരുന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞപ്പോ ഓർമ്മ വന്നിട്ട് സജിനയാണെന്ന് പറഞ്ഞപ്പോ അത് ഉറപ്പിച്ചിരുന്നെങ്കിൽ കടി മാത്രമേ കിട്ടുള്ളൂ. ഇപ്പൊ അടി ഇടിയൊക്കെ ആയിട്ടുള്ള ജീവിതമായിരുന്നു മാത്രമേ ഉള്ളൂ വ്യത്യാസം. അതെ അതെ. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം സൗദി അറേബ്യക്ക് പോയോ അതോ ഇവിടെ തന്നെ? 1.5 വർഷത്തിന് ശേഷമാണ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. മൂത്ത മകളായതിനു ശേഷമാണ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. വിദേശത്ത് ആ മണ്ണിലെത്തിയതിനു ശേഷമാണോ ഈ ജീവിതമൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു പോയത്? അല്ല, അതോ ഇവിടുന്ന് തുടങ്ങിയോ? ഇവിടുന്ന് ഒരു 3 മാസമാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചേക്കുന്നത്. എവിടെയായിരുന്നു? സ്വന്തം വീട്ടിലായിരുന്നു? വേറെ വാടക വീട്ടിൽ എന്തെങ്കിലും? അല്ല, ആള് ഒരു വീട് വെച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെയായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. പക്ഷെ അവിടെ വെച്ച് തൊട്ടായാലും എല്ലാ ദിവസവും ഒന്നും ആള് പ്രശ്നം ഉണ്ടാക്കില്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദി ടൈം ആള് എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മളെ വിഷമിപ്പിക്കുക എന്നുള്ളത് ആളുടെ ഒരു രീതിയായിട്ട് മാറിയിരുന്നു അപ്പോഴേക്കും. പക്ഷെ ദേഹോപദ്രവം തുടങ്ങിയത് ഒരു 2 വർഷത്തിനുള്ളിലാണ്. അപ്പോഴാണ് ഞാൻ ഉമ്മാനോടൊക്കെ ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോഴും മാസങ്ങൾക്ക് ശേഷം ഒരിക്കലും ഞാൻ ഉമ്മാനോട് പറയുക കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പൊ താങ്കള് ഗൾഫിലെത്തി. സൗദി അറേബ്യയിൽ ഏത് സ്ഥലത്തായിരുന്നു? ഈ സൗദി അറേബ്യയിൽ എത്തുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ആള് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. 1.5 വർഷത്തിന് ശേഷം വന്നു. അപ്പൊ ആദ്യമായിട്ട് അപ്പോഴാണ് ആള് കുട്ടീനെ കാണുന്നത്. മകളെ ജനിച്ചിട്ട് മകളെ നേരിട്ട് കാണുന്ന അപ്പോഴാണ്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു ഭാര്യയ്ക്കും ആഗ്രഹം ഉണ്ടാവും ആ കുഞ്ഞിനെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത്. അപ്പൊ ഞാൻ ആളെ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇക്ക ഞാനും വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ എടുത്ത വഴിക്ക് ആള് പറഞ്ഞത്, വരണ്ട, വന്നിട്ടുണ്ടെങ്കിൽ ആളുടെ ഉച്ചക്കലത്തെ ഫുഡ് ശരിയാവില്ല എന്നാ പറഞ്ഞ. അതാണ് അതെന്തുകൊണ്ടാണ് ആളെന്നുള്ളത് പറയാൻ. ഭർത്താവിന്റെ ഒരു ജീവിത ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത്? ആളുടെ ചെറുപ്പത്തിൽ സജിനയ്ക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടോ? എന്റെ എല്ലാ കോൺട്രിബ്യൂഷൻ, ആക്ച്വലി അതിന്റെ കോൺട്രിബ്യൂഷൻ മൊത്തം ആളുടെ പാരന്റ്സിനാണ്. കാരണം ആളുടെ പാരന്റ്സ് ചെറുപ്പത്തിലെ തന്നെ ആളെ ഉപേക്ഷിച്ചു പോയി. തനിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഉമ്മയുടെ കുടുംബ വീട്ടിൽ നിന്നിട്ടാണ് വളർന്നിരിക്കുന്നത്. അപ്പൊ ആളുടെ ഉപ്പ 6-ാം മാസത്തിലെങ്ങാണ്ട്
ഡിവോഴ്സ് ആയിട്ട് പോയിട്ടുണ്ട്. ഉമ്മയാണ് ഡിവോഴ്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ വാപ്പ വേറെ കല്യാണം കഴിച്ചു. ഉമ്മ 4-ാമത്തെ വയസ്സിൽ, ഹസ്ബൻഡ് 4-ാമത്തെ വയസ്സിലാണ് ഉമ്മ വേറെ കല്യാണം കഴിച്ചിട്ട് പോകുന്നത്. പിന്നീട് ഇദ്ദേഹം വളർന്നത് മൊത്തം ഉമ്മയുടെ കുടുംബ വീട്ടിൽ നിന്നിട്ടാണ്. ഉമ്മയുടെ കുടുംബ വീട്ടിൽ അത്യാവശ്യം ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടി പഠിക്കാനായാലും അല്ലെങ്കിൽ ഭക്ഷണത്തിനായാലും അല്ലെങ്കിൽ വസ്ത്രത്തിനായാലും ഒക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിലൂടെയാണ് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത്. എന്നിട്ടാണ് ഈ കല്യാണം നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രോമ ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു ഈ ഓരോ സംഭവങ്ങളും. അപ്പോൾ അതിൻ്റെ ബേസിൽ പറയുകയാണെങ്കിലും മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ആള് സൗദിയിൽ നിന്ന് വരികയാണല്ലോ. അപ്പോൾ കാണിക്കാൻ വേണ്ടി ഞാൻ പോയപ്പോഴാണ് പുള്ളി പറഞ്ഞത് എനിക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞില്ല, എനിക്ക് ആവശ്യം ഫുഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് ആൾക്ക് ആവശ്യം ഉണ്ടായിട്ടല്ല അത് പറയുന്നത്. എനിക്ക് കുഞ്ഞിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഫുഡാണ് എന്ന് എന്നെ അറിയിക്കണം. അതിലൂടെ എൻ്റെ മനസ്സ് വിഷമിപ്പിക്കണം. ശരി. അപ്പൊ താങ്കളെ ഇങ്ങനെ കുത്തി നോക്കിയ എന്ന് പറയുന്ന ഒരു ധർമ്മ പദ്ധതിയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ. അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ വന്ന് കഴിച്ചതിൻ്റെ ഒന്നും കണക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ.